the one and only man who owns 3 BYDs, passionate about EVs, Mr. Hrithik. Welcome to the show. Thank you. Okay, Hrithik, ഞങ്ങൾക്കറിയാം, മെജോറിറ്റി മലയാളികൾക്കും അറിയാം, താങ്കൾ 3 BYDs ആണ്, EVs ആണ് ഓൺ ചെയ്യുന്നത് എന്നുള്ളത്. സോ പ്രേക്ഷകർക്കായിട്ട് വാട്ട് യു ആർ ഡൂയിങ്, വാട്ട് യു അബൌട്ട് എന്നുള്ളൊരു ബ്രീഫ് പ്ലീസ് ലെറ്റ് us know. ഞാൻ ബേസിക്കലി ഒരു വെഡിങ് ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. നമുക്കിവിടെ ഒരു ഓഫീസുണ്ട് പാലാരിവട്ടത്ത്, റിച്വൽസ് വെഡിങ് കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ. മോർ ദാൻ ഒരു 7 years ആയി നമ്മൾ ഇൻഡസ്ട്രിയിൽ. അവിടുന്ന് പിന്നെ ഇപ്പം EV കാർഡ്സ് എടുത്തിട്ടാണ് പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ടോക്കിലേക്ക് പോലും വന്നത്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നതാണ് റിയൽ പ്രൊഫഷൻ ആൻഡ് ബിസിനസ് ആയിട്ട് മുന്നിലേക്ക് പോകുന്നത്. ഏത് കാലഘട്ടങ്ങളിലാണ് ആദ്യത്തെ BYD എടുത്തത്? എത്ര വർഷങ്ങളായി? ഇപ്പോൾ ഒരു 2.5 വർഷമായി ആദ്യത്തെ E6 എടുത്തിട്ട്. E6 ആണ് ആദ്യം ഓൺ ചെയ്തത്. പിന്നെ 13-14 മാസം ആറ്റോ 3 എടുത്തു. എത്ര കിലോമീറ്റർ നമ്മൾ E6 ഓടിച്ചിട്ടുണ്ടായിരുന്നു? ഒരു 1 lakh kilometer. 1 lakh kilometers കവർ ചെയ്തു. അത് ബിസിനസ് പർപ്പസിനും പേഴ്സണലും. ഫസ്റ്റ് ആ വണ്ടി ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്, അപ്പം പേഴ്സണൽ കം ബിസിനസ് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ. ദെൻ ആറ്റോ 3 എടുത്തു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഡെലിവറി തന്നെ കേരളത്തിലുള്ള വണ്ടിയിൽ ഒരു വണ്ടി ഋതിക്കാണ് എടുത്തത്. സീൽഡ് ഏത് മോഡലാണ് ഋതിക്ക് എടുത്തത്? ബേസിക്കലി പ്രീമിയം. നമ്മളിപ്പോൾ EVയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ ക്യാൻ സീ 3 വണ്ടികളും നിങ്ങൾ BYD ആണ്. സോ വൈ BYD? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം E6 എടുത്തു. E6 എടുത്തു കഴിഞ്ഞപ്പം ഇതിന് മുമ്പ് എനിക്ക് കുറേ വണ്ടികളുണ്ടായിരുന്നു. ടാറ്റയുടെ ടിഗോർ ഉണ്ടായിരുന്നു, പിന്നെ ഹരിയർ ഉണ്ടായിരുന്നു, പിന്നെ അതിന് മുമ്പ് ഫിഗോ ഉണ്ടായിരുന്നു, എക്കോസ്പോർട്ട് ഉണ്ടായിരുന്നു, സണ്ണി ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കുറേ വണ്ടികളുടെ പല ബ്രാൻഡിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക്. ഇത് കഴിഞ്ഞിട്ട് BYD എന്നൊരു ബ്രാൻഡ്, ഒരു ചൈനീസ് ബ്രാൻഡാണ് അന്ന് BYD, ഒരു ഓപ്പണിംഗ് ചൈനീസ് ബ്രാൻഡ്. ഒരു ഷോറൂം ഇല്ല BYDക്ക് അന്ന് ഞാൻ വണ്ടി എടുക്കുമ്പോൾ. ഇപ്പോഴാണ് ഷോറൂമൊക്കെ ഉള്ളത്. അന്ന് ഒരു ടോൾ ഫ്രീ നമ്പർ ഇല്ല, വണ്ടി എവിടെയെങ്കിലും കിടന്നു പോയാൽ വരാൻ ആരും ഇല്ല. അപ്പം ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ നിൽക്കുന്ന ഒരു വണ്ടി, അതും അന്ന് ഏകദേശം ഓൺ റോഡ് പ്രൈസ് 32 lakhs അതിന് വരുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നത് ICICI ബാങ്ക് ഫിനാൻസ് പോലും ചെയ്യണില്ല BYDക്ക് ആ സമയത്ത്. അന്ന് ഫിനാൻസ് ചെയ്യണ HDFC ബാങ്ക്. ICICI ബാങ്ക് പുതിയ വണ്ടിയാന്ന് പറഞ്ഞ് ഫിനാൻസ് പോലും ചെയ്യാതെ അത്രയും അവിടെ നിന്നെയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തത്. ഫസ്റ്റ് എന്ത് ചെയ്യണം ഒന്നും അറിയില്ല. എന്നാലും അന്ന് ഇൻഡസ്ട്രിയിൽ 500 kilometer റേഞ്ച് കിട്ടുന്നൊരു വണ്ടിയില്ല, മാർക്കറ്റിലില്ല. പക്ഷെ ഞാൻ ഈ ടിഗോർ എടുത്തപ്പം ഇതിൻ്റെ അകത്തുനിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു കണക്ക് എനിക്ക് റിയൽ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലായി. അപ്പം എനിക്ക് മനസ്സിലായി, ഒരു 32 ലക്ഷം രൂപ കൊടുത്ത് കുറച്ച് റിസ്ക് എടുത്താലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാണെങ്കിൽ പ്രോഫിറ്റബിൾ ആണ്, വൻ ലാഭമാണ്. ഒരു ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ ലാഭമാണ്. മനസ്സിലായി. എനിക്കിപ്പം കുറെ എൻ്റെ യൂട്യൂബിൽ തന്നെ താഴെ കമന്റ് വന്നിട്ടുണ്ട്, ഫോട്ടോഗ്രാഫർ എങ്ങനെ ഇത്ര വേണ്ടിയിരുന്നു, ഫോട്ടോഗ്രാഫർമാർ ഇത്ര റിച്ച് ആണോന്ന്. എനിക്കിപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ട് എനിക്കൊരു സംശയം, ഇനി 3 BYD എടുത്തോണ്ടാണോ ഞാൻ ഇത്ര റിച്ച് ആയെന്ന്. റിയലി നമ്മളൊരു ഫ്യൂവലിൽ നിന്നൊക്കെ ഉണ്ടാക്കണ റവന്യൂ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു വ്യത്യാസമുണ്ട്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞ് BYDയുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കി. ആ 1 ലക്ഷം കിലോമീറ്ററോടെ വണ്ടിക്ക് ഇതുവരെ ഒരു സിംഗിൾ മൈന്യൂട്ട് കംപ്ലൈന്റ് ഇല്ല, ഒരു പ്രശ്നമില്ല. ബ്രേക്ക് പാഡ് പോലും മാറണ്ട. ഞാനൊരു MG ഉപയോഗിക്കുന്ന ഒരാളാണ്. MG ഏകദേശം 1 ലക്ഷം kilometers ആയി. ഇതുവരെ ഞാൻ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടില്ല. 80,000 ഞാൻ ടയേഴ്സ് തന്നെ മാറ്റിയിട്ടുള്ളത്. ഇറ്റ്സ് റിയലി വയബിൾ ആൻഡ് എക്കണോമിക്കൽ തന്നെയാണ്. പക്ഷേ ഇതിലൊരു സർപ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാൻ BYD ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ വണ്ടികളും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ട് BYDയിൽ മാത്രം ഫോളോ ചെയ്യുന്നു? ഇറ്റ്സ് റിയലി എ സർപ്രൈസിങ് ഫാക്ടറാണ്. അത് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിൻ്റെ അകത്തൊരു ഫീല് മനസ്സിലാക്കും. ഈ ഫീല് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡീസലോ പെട്രോളോ വണ്ടികൾക്ക് ഇതിൻ്റെ ഇനിഷ്യൽ പവർ കിട്ടില്ല വേറെ വണ്ടികൾക്കൊന്നും. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, എത്ര നാൾ ഓടിച്ചാലും വേറെ ശബ്ദങ്ങളോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, ലോ മെയിൻ്റെനൻസ്, ഇങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് ഇതിൻ്റെ അകത്ത് എലമെൻറ്റ്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പിന്നെ നമുക്കൊരു ഡീസൽ പെട്രോൾ വണ്ടിയിലേക്ക് പോകാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് തന്നെ മെയിൻ്റെനൻസ്, ഇതിൻ്റെ അകത്ത് തന്നെ കാര്യം നമ്മൾ ചിന്തിക്കുക, ഇതൊക്കെ അൺനെസസറി ആയിട്ടുള്ള കുറേ സാധനങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ കയറി പറ്റും. പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നിൽക്കില്ല. പിന്നെ ഒരു ഇലക്ട്രിക് വാഹനത്തിലേക്ക് നോക്കും. പിന്നെ നമ്മുടെ മാർക്കറ്റിലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഏതാ? തൊട്ട് ആ ഒരു കാറ്റഗറി തൊട്ട് മേലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന i4 അല്ലെങ്കിൽ പറഞ്ഞ പോലെ. പിന്നെ BYD പിന്നെ വേറെ വണ്ടിയിലായിരുന്നു ആ ടൈമിന്. പിന്നെ അത് കഴിഞ്ഞിട്ട് MG ഉണ്ടായിരുന്നു. MG ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. MG ചെക്ക് ചെയ്തിട്ട് MG എടുക്കാൻ പോയപ്പം ആ സമയത്ത് ഭയങ്കര ബുക്കിങ്, വണ്ടി കിട്ടാനുള്ള ഡിലേ, ഭയങ്കര പാട്. അപ്പം പിന്നെ ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. അപ്പോൾ ആറ്റോ 3 അനൗൺസ് ചെയ്തു. E6 എടുക്കുമ്പോഴേ ആറ്റോ 3 ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. ആറ്റോ 3 അനൗൺസ് ചെയ്തു. പെട്ടെന്ന് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് വണ്ടി കിട്ടി. അങ്ങനെ വണ്ടി കിട്ടിയപ്പം പിന്നെ വേറെ വണ്ടി ഇല്ല നോക്കാം. ഇത്ര കിലോമീറ്റർ റേഞ്ച്, ഇത്ര വാറണ്ടി, BYDയുടെ വാറണ്ടി, ഓൾറെഡി ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ്, അവരുടെ സപ്പോർട്ട്, ഇത്രയും സാധനങ്ങളുള്ളപ്പം പിന്നെ നോക്കാം. പിന്നെ ആ ടൈമിന്
EVM നല്ല രീതിയിൽ BYD എക്സ്റ്റാബ്ലിഷ് ചെയ്തായിരുന്നു. Yeah. അങ്ങനെ അപ്പം അടുത്തൊരു വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ പിന്നെ MG പറഞ്ഞ പോലെ ആ സമയത്ത് നല്ല തിരക്കായിരുന്നു വണ്ടി കിട്ടാനൊക്കെ. അപ്പം അത് കഴിഞ്ഞ് അത് ഏത് കാലഘട്ടം ഏകദേശം ഒരു എനിക്ക് തോന്നുന്നൊരു 2021 എൻ്റെ 22 ആദ്യം അന്ന് MGക്ക് കുറച്ച് ബുക്കിംഗ് ഉണ്ട്. കാരണം വേറെ കോമ്പറ്റീഷൻ ഇല്ല വണ്ടി. ആ ഒന്നെങ്കിൽ നെക്സോൺ EV എടുക്കുക അല്ലെങ്കിൽ MG എടുക്കുക, ഈ 2 ഓപ്ഷനേ ഉള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പം നെക്സോൺ EVനെക്കാട്ടും റേഞ്ച് ഉണ്ട്. പിന്നെ സെക്കൻഡ് ജനറേഷൻ നെക്സോൺ EV വന്നപ്പോഴാണ് MGയുടെ അത്ര റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ജനറേഷൻ നെക്സോൺ EVക്ക് പറഞ്ഞ റേഞ്ച് ഇല്ല, MGയുടെ ഇത്രയും റേഞ്ച് ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ റേഞ്ച് വന്നത്. അപ്പോൾ പിന്നെ എടുക്കാനുള്ളത് MG മാത്രമാണ്. ഓൾറെഡി E6 എടുത്ത് അത്ര ഓടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എന്തൂസിയാസ്റ്റിക് ആയി BYDയുടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആറ്റോ 3 കൂടെ കഴിഞ്ഞപ്പോൾ ആറ്റോ 3 50,000 കിലോമീറ്റർ ആയി ഒരു വർഷം കൊണ്ട്. പേഴ്സണൽ യൂസ് മാത്രം. അപ്പോൾ ഞാൻ എന്തോരം ഡ്രൈവ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചു. പിന്നെ BYD ശരിക്കും അതിൽ നല്ല പ്രോപ്പർ R&D റിസർച്ചുകൾ ചെയ്തിട്ടാണ് അവർ ബാറ്ററി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ പോലും അവരൊരു വെഹിക്കിൾ ഓൺ ഗ്രൗണ്ട് ഇറക്കിയപ്പോൾ കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാവരും EV റെവല്യൂഷനിലേക്ക് വരുമ്പോൾ ഇവരെല്ലാം എടുത്ത ഉപഭോക്താവിൻ്റെ മുകളിലാണ് R&D പരീക്ഷിക്കുന്നത്. റേഞ്ച് ആയാലും അവരുടെ സോഫ്റ്റ്വെയർ ആയാലും പല ബ്രാൻഡുകളും. പക്ഷേ BYDയിൽ നമ്മൾക്കും ഇപ്പം ഞങ്ങളുടെ ഒരു കസ്റ്റമർ കെയറിലേക്കും BYD കംപ്ലയിൻറ്റ്സ് വളരെ കുറവാണ്. ചാർജിങ് സ്റ്റേഷൻസിൽ പോയാൽ തന്നെ അവർ ചാർജ് ചെയ്യുന്നു പോകുന്നു, അവർക്ക് വേറെ ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല, ഗണ്ണ് ലോക്കാവുന്നു, എടുക്കാൻ പറ്റും, ഇതൊന്നും ഒരു കംപ്ലയിൻറ്റുകൾ BYDയുടെ ഭാഗത്തുനിന്ന്. കാരണം അവർ വെൽ സ്റ്റഡീഡാണ്. ഏത് ചാർജ് ഇപ്പം നമ്മുടെ ചാർജിങ് സ്റ്റേഷൻസിലെല്ലാം ഒരു ചാർജേഴ്സ് അല്ല, വ്യത്യസ്ത ചാർജേഴ്സാണ്. അപ്പോൾ അവിടെ പല രീതിയിലുള്ള ബിഹേവിങ് ചാർജേഴ്സ് കാണിക്കാം, നമ്മൾ കാണുന്നതാണ്. പല വണ്ടികളിലും ഒരു വട്ടം മുന്നിലേക്ക് എടുക്കണം, പിന്നിലേക്ക് എടുക്കണം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓണാക്കി ഇടാൻ പാടില്ല, ലോക്ക് ചെയ്ത് വണ്ടി അടച്ചു കഴിഞ്ഞിട്ട് ഡോർ ലോക്ക് ചെയ്യണം. കറക്റ്റ്. ഇവരെല്ലാവരും ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഈ വണ്ടികൾ ഇറക്കിയിട്ടുള്ളത്. പക്ക EVയുടെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ വെഹിക്കിൾസിന് പ്രശ്നങ്ങളില്ല. ഹുണ്ടായുടെ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട് EV പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുള്ളത്, ആ വണ്ടികൾക്ക് പ്രശ്നങ്ങളില്ല. കിയ ഒരിക്കലും കംപ്ലൈൻറ്റുകൾ റേസ് ചെയ്ത് നമ്മൾ കേട്ടിട്ട് പോലുമില്ല. BYD ആണെങ്കിൽ കാരണം അവരാണ് ഇതിൻ്റെ എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്റ്റോർ ചെയ്ത സാധനത്തിനെ എങ്ങനെ ഡെലിവറി ചെയ്യാന്നുള്ളത് അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ബാക്കിയുള്ളവർക്ക് അറിയില്ല അതെങ്ങനെയാണ് ഡെലിവറി ചെയ്യേണ്ടതുള്ളത്. അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് റേഞ്ച് ആങ്സൈറ്റി ഒക്കെ ഭയങ്കരമായിട്ട് മറ്റു വണ്ടികളിലുള്ളത്. പിന്നെ കുറച്ച് ഭേദമുള്ളത് MG ഈസ് നോട്ട് ബാഡ് എന്ന് എനിക്ക് തോന്നുന്നു. അതെ, പിന്നെ ട്രസ്റ്റ് അത് കാണിക്കുന്ന ഒരു എന്താ പറയുക കിലോമീറ്റേഴ്സ് വർത്തായിട്ട് നമുക്ക് അതേ കിലോമീറ്റേഴ്സ് കിട്ടണമുണ്ട്. MG ഇപ്പം ഞാൻ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഒരു ഫീൽ പറയുന്നത്, ടാറ്റ പലവരും പറയുന്നത് ഉപയോഗിക്കുന്ന വ്യക്തികൾക്കനുസരിച്ചിട്ട് വണ്ടിയിലുള്ള മൈലേജും മറ്റു കാര്യങ്ങളും മാറുന്നുണ്ടെന്ന് പറയും, പല മോഡുകളിലേക്ക് മാറുന്നത്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, സത്യമാണ്. അങ്ങനെ നമ്മൾ 2 വണ്ടികൾ കഴിഞ്ഞു. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കേരളത്തിൽ ആദ്യത്തെ സീലിൽ ഒന്ന് ഓൺ ചെയ്യാൻ കഴിഞ്ഞു. ഹൗ ഈസ് സീൽ? വാട്ട് ഈസ് സീൽ? എന്താ പറയുക, ഒരു വണ്ടി ഡയറക്റ്റ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്താലേ വണ്ടി എന്താന്ന് ഞാൻ കുറേ യൂട്യൂബിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ഇപ്പോൾ പ്രീമിയം ആണ് എടുത്തിട്ടുള്ളത്. പ്രീമിയം 0 to 100 4.2 സെക്കൻഡ്സോ അങ്ങനെയാണെന്നാണ്. ഈ 4.2 സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപാര പെർഫോമൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ അവർ പ്രോമിസ് ചെയ്യുന്നത് 600+ കിലോമീറ്റേഴ്സ് ആണ് അവർ പറയുന്നത്. ഇതിൽ 1,60,60,000 കിലോമീറ്റേഴ്സ് ആണെന്ന് തോന്നുന്നു ബാറ്ററി വാറണ്ടി. പക്ഷേ E6 5 lakhsോളം. E6 8 years 5 lakhs ആണ് ബാറ്ററിക്ക് പറയണത്. അത് പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്ന E6 കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണത്? ഇത് ഞാൻ ഫസ്റ്റ് ബാച്ചിലെടുത്ത വണ്ടിയാണ്. ഇതിൻ്റെ അകത്ത് AC ചാർജിങ് കപ്പാസിറ്റി 24 കിലോവാട്ടാണ്. അപ്പൊ എന്റെ വീട്ടില് 24 കിലോവാട്ടിന്റെ ABBയുടെ ചാർജർ ഇരിക്കണം. അപ്പം എന്റെ വീട്ടിൽ ഈ വണ്ടി ചാർജ് ചെയ്യാൻ എനിക്കൊരു മാക്സിമം 2-2.5 മണിക്കൂർ മതി. പിന്നെ വന്ന E6കൾക്ക് ഇപ്പൊ ഇറങ്ങണേലും ഒന്നിനും ഇല്ലത്. എത്ര ഓൺ ബോർഡ് ചാർജറിന്റെ കപ്പാസിറ്റി? 11. അതെടുത്ത് മാറ്റി, മൊഡ്യൂളെടുത്ത് മാറ്റി. കാരണം ഇത് കൂടുതൽ ഇവര് സെല് ചെയ്യണ യൂറോപ്പ് ഇവിടെയൊക്കെയാണ്. ഇപ്പൊ യൂറോപ്പിലേക്കൊന്നും ഇത്ര ഇലക്ട്രിസിറ്റി പവർ കിട്ടില്ല ഇവർക്ക് വീടുകളിലേക്ക്, അതുകൊണ്ടാണ് ആവശ്യമില്ല. പിന്നെ ഇത് ആദ്യം ഇവര് ഇറക്കിയിരുന്ന ഒരു ഇൻഡസ്ട്രിയൽ വെഹിക്കിൾ ആയിട്ടായിരുന്നു. ആദ്യം ഒരു വണ്ടി കിട്ടില്ല ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞപ്പോ ശരി അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ കിട്ടും. മൊഡ്യൂൾ നല്ല വില ഉണ്ടായിരുന്നു. അതെ, അത് ഓൺ ബോർഡ് AC/DC കൺവേർട്ടർ ആണ്. അത് 24 കിലോവാട്ട് 22 വരെ അല്ലേ? എനിക്ക് 22 കിട്ടുന്നുണ്ട്. എനിക്ക് 22 ഉപയോഗിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ABB എന്ന് പറഞ്ഞത് 19.7 എങ്ങാണ്ടാണ്. റിയൽ കിട്ടുന്നുണ്ട്.
ഓക്കെ, കമ്മിങ് ബാക്ക് ടു സീലേക്ക്. സീലിലേക്ക് ഓക്കെ, BYD ഉപയോഗിച്ചു, BYD ഇഷ്ടപ്പെട്ടു, അതിലോ കണ്ടിന്യൂ BYDയുടെ ബ്രാൻഡുകൾ എടുക്കുന്നു. പക്ഷേ സീൽ എന്ന് പറയുന്ന വെഹിക്കിളിലേക്ക് നമ്മൾക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടത് എന്താണ്? ഒരു സർട്ടൺ എലിമെൻ്റ് എന്തായിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സ്പീഡ്. ഞാൻ പെർഫോമൻസ് ആയിരുന്നു ആദ്യം ബുക്ക് ചെയ്തിരുന്നത്. പെർഫോമൻസ് ബുക്ക് ചെയ്തപ്പോൾ ഫസ്റ്റ് വണ്ടി കിട്ടില്ല. ഫസ്റ്റ് ബാച്ചിൽ വണ്ടി വരുന്നില്ല എന്നായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം. എനിക്ക് ആദ്യത്തെ വണ്ടി വേണം, എക്സൈറ്റ്മെന്റ് കൂടിയിട്ട് പിന്നെ ഞാൻ പ്രീമിയത്തിലേക്ക് മാറി. അങ്ങനെ പ്രീമിയത്തിലേക്ക് മാറിയതാ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ പ്രീമിയം ബുക്ക് ചെയ്തിട്ട് വണ്ടി ആദ്യത്തെ ബാച്ചിൽ തരാമെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും അതിനെ റീതിങ്ക് ചെയ്ത് എന്തായാലും പൈസ മുടക്കി എടുക്കുന്നതാണ്. ഇതിൻ്റെ എക്സ്ട്രീം പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്കറിയണ്ട. തീർച്ചയായിട്ടും അതുകൊണ്ട് പെർഫോമൻസിലേക്ക് മാറി. വണ്ടി ഇനി അടുത്ത മാസം തരും എന്നൊക്കെ പറയുന്നുണ്ട്. സെയിം സിനാരി ആയിരുന്നു എൻ്റെതും. ഞാൻ ഇത് എടുക്കാനുണ്ടായിരുന്ന കാര്യം പവർ. ഫസ്റ്റ് ഓഫ് ഓൾ പവർ, പിന്നെ ഇതിൻ്റെ ലുക്ക്, പിന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ നോക്കിയിട്ടുള്ളൂ. പവറും ലുക്കും തന്നെയായിരുന്നു എൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ. പിന്നെ ബ്രാൻഡ് BYD എന്ന് പറയാൻ ട്രസ്റ്റ് ചെയ്യാം, എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല. പ്രൂവനാണെന്ന്. ഓൾറെഡി നിങ്ങൾ 2 വണ്ടി ഉപയോഗിച്ചു, ഇത്രയും കിലോമീറ്റേഴ്സ് ഉപയോഗിച്ചു എന്നുള്ളത്. ഒരു പഴയ കഥയിലേക്ക് പോവുകയാണെങ്കിൽ ഗോയിസി സ്റ്റാർട്ട് ചെയ്ത് പുതിയ ഓഫീസ് തുടങ്ങുന്ന സമയത്ത് പകുതി അധികം പേർക്ക് അറിയാത്തൊരു റിയൽ സ്റ്റോറിയാണ്. ഇപ്പം എന്നെ കണ്ടപ്പോൾ പുള്ളി പറയായിരുന്നു, നിങ്ങളുടെ അവിടെ ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ MG എടുത്ത കാലഘട്ടങ്ങളിൽ ആ MG ഉപയോഗിച്ചിട്ടുണ്ട്, ഓടിച്ചു നോക്കി, EV എന്നുള്ള രീതിയിൽ ഓടിച്ചു നോക്കി. അന്ന് ഞങ്ങൾ ഓഫീസിൻ്റെ ഇൻറ്റീരിയൽ വർക്ക്സ് നടക്കുന്ന സമയത്ത്. അപ്പോൾ യു നോസ് us ഫ്രം ലാസ്റ്റ് 2.5 years അല്ലേ? അതൊരു ഞാൻ വെൻ ഐ റിഫ്രഷ് മൈ മെമ്മറിയിൽ പിന്നെയും ബാക്ക് ഇൻ ദ മൈൻഡിൽ ഞാനത് പിക്ക് ചെയ്തെടുത്തപ്പോഴാണ് എനിക്ക് പിന്നെ ഓർമ്മ വന്നത്. അങ്ങനെ വന്ന് എന്നോട് ചോദിച്ച് സംസാരിച്ച് വണ്ടി ഓടിച്ച് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. എനിവേ അതൊരു പീപ്പിൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് പ്രൊഡക്റ്റുകൾ ഇറക്കുകയാണെങ്കിലും എല്ലാത്തിനും പ്ലസ്സും മൈനസും ആൾക്കാർ പറയാറുണ്ട്. ദ റീസൺ നമ്മൾ ഈ രീതിയിലുള്ള ഡിസ്കഷൻസ് എല്ലാം ചെയ്യുന്നത് പീപ്പിൾ ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ 3 വ്യത്യസ്ത വണ്ടികൾ, വ്യത്യസ്ത സ്വഭാവമുള്ള വണ്ടികൾ, വ്യത്യസ്ത രീതികളുള്ള വണ്ടികൾ ഉപയോഗിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഒരു EV യൂസ് ചെയ്യുന്ന ആൾ, ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ, എന്താണ് ശരിക്കും അറിഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഒരു EVയെ IC എഞ്ചിൻ ഉപയോഗിച്ച വ്യക്തി EVയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്? ഓക്കെ, അത് ഫസ്റ്റ് ഓഫ് ഓൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലാണ്. ഓക്കെ, അതൊരു മേജർ കാര്യം തന്നെയാണ്. ഫസ്റ്റ് ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ എന്താണെന്ന് മനസ്സിലാകും. നല്ല രീതിയിൽ എങ്ങനെ വണ്ടി ഓടിക്കണം, ഫസ്റ്റ് ഇന്ത്യൻസിന് അറിയാത്തൊരു പ്രശ്നം, ഡിസിപ്ലിൻ ഇൻ ഡ്രൈവിംഗ്. അത് അറിയാത്തൊരു കാര്യം ഫസ്റ്റ് അത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സയൻസ്, എന്താണ് എഞ്ചിനീയറിംഗ്, ഇത് മനസ്സിലാക്കണം. ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത്. IC എഞ്ചിനാണെങ്കിലും ഗിയറുള്ള വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അറിയണമല്ലോ ആ ഒരു എഞ്ചിനീയറിംഗ്, ക്ലച്ച് ഔട്ടിട്ട് വേണം ഗിയർ ഇടാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വേണം. പിന്നെയാണ് മൂന്നാമത്തെ വന്നത്, ഇതെങ്ങനെ ലാഭകരമാക്കുന്നു. ഇത് 3 മനസ്സിലാക്കിയിട്ട് വേണം ഒരു EVയിലേക്ക് പോകാൻ. ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി തന്നെ നടത്തണം. നമ്മളൊരു ഇൻഡസ്ട്രി മൊത്തം ഔട്ട് ബ്രേക്ക് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോവുക. അപ്പം ഇത് 3 മനസ്സിലാക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ ഒരു പ്രശ്നവും കാണില്ല. ഇപ്പോൾ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് ഇത്രയും പഠിച്ചിട്ട് വേണം വണ്ടി ഓടിക്കണം എന്ന് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ. പക്ഷേ ഒരറിവും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിലിംഗ് പഠിക്കും. ഇനിയൊരു കാലഘട്ടം തന്നെ മാറാൻ പോവാ. ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക് മാറാൻ പോകുമ്പോൾ ഇനിയും ഞാനത് പഠിക്കില്ല, ഇനിയും എനിക്ക് ഇതിനെപ്പറ്റി അറിയണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന കാലഘട്ടപ്പെട്ട ചിന്താഗതിയായിട്ട് ഇരിക്കുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. റോഡിലുള്ള നിയമങ്ങൾ പോലും സൈൻ ബോർഡുകൾ പോലും പ്രോപ്പറായി തിരിച്ചറിയാത്ത എത്രയോ ആൾക്കാരുണ്ട്. നമ്മളിത് പറയുമ്പോൾ നമുക്കിതെല്ലാം അറിഞ്ഞിട്ടല്ല, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ കയ്യിൽ കാശ് കൊടുത്ത് മേടിച്ച് ഉപയോഗിക്കുന്ന വണ്ടി നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയുന്നതിനനുസരിച്ചിട്ടാണ് അതിനെ മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. വണ്ടി എന്ന് പറയുന്നത് ഒരു ത്രില്ലാണ്, പാഷനേറ്റഡ് ആണ് പലർക്കും. ഒട്ടുമിക്കാറും ജനങ്ങൾ A പോയിന്റിൽ നിന്ന് Bയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിനെ മാക്സിമം റേഞ്ച് എങ്ങനെ കിട്ടും, ലോ കോസ്റ്റിൽ എങ്ങനെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റുകൾ. അപ്പോൾ ഇതിനെ ബേസിക്കലി ഇത് ഇപ്പോൾ ഒരു ഷോറൂമുകളിൽ നിന്ന് ഇപ്പോൾ ടാറ്റയുടെ വണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു, അതേപോലെ ഇപ്പോൾ BYD ഉപയോഗിക്കുന്നു. ഇവരെന്തെങ്കിലും നമുക്ക് എഡ്യൂക്കേഷനായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുന്നത്, ഹൗ ടു ട്രീറ്റ് ദാറ്റ് ലേഡി? BYD കുറച്ചും കൂടെ അറിവുകളുണ്ട്. എനിക്ക് അവരുടെ അടുത്തൊന്നും പഠിക്കേണ്ടതില്ല. ഒരു കോമഡി ഒരു കാര്യമുണ്ട്, നമ്മുടെ ആറ്റോ 3 ഇല്ലേ, ആറ്റോ 3 വണ്ടി ഷോറൂമിൽ കിടക്കും. അപ്പം ഡിക്കി തുറക്കണം മാത്രമേ ഇവർക്ക് അറിയുള്ളൂ. ഡിക്കി നമ്മൾ പുറകിൽ പോയി സ്വിച്ച് നോക്കിയാലേ ഡിക്കി തന്നെ അടയുള്ളൂ എന്നാണ് ഇവരുടെ വിചാരം. നമുക്ക് അകത്തിരുന്ന് തുറക്കുകയും ചെയ്യാം, അകത്തിരുന്ന് തന്നെ അടയ്ക്കുകയും ചെയ്യാം. വണ്ടി ഫസ്റ്റ് വന്നേ ഉള്ളൂ, ഡെലിവറി പോയിട്ടില്ല.
അപ്പം ഞാനത് തുറന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടയില്ല, ബാക്കിൽ ചെന്ന് അടയ്ക്കണമെന്നുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു എന്തെങ്കിലും ഒരു കാണുമല്ലോ. അപ്പം ഞാൻ സ്വിച്ച് ഇങ്ങനെ നെക്കി പിടിച്ചോണ്ടിരുന്നു. അപ്പം തന്നെ ഞാൻ അടഞ്ഞു. ഇപ്പം ജസ്റ്റ് ഒരു ആങ്സൈറ്റി കൊണ്ട് ചോദിക്കുന്ന കേട്ടോ, ഈ ചില പുതിയ പ്രീമിയം വെഹിക്കിൾസിലൊക്കെ ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ വണ്ടി മുന്നിലേക്ക് പോകാൻ സമ്മതിക്കില്ല, സ്റ്റോപ്പോ. അങ്ങനെ ഇതിലും അങ്ങനത്തെ പുതിയ സീലിലൊക്കെ അങ്ങനത്തെ ഇല്ല, ഡോറ് തുറന്ന് കിടക്കുകയാണെങ്കിൽ മൂവ്മെന്റ് ഉള്ള റെസ്ട്രിക്ട് ചെയ്യണമെന്നില്ല. ഡിക്കിയോ ഒന്നിലുമില്ല, നമുക്ക് മൂവ് ചെയ്യാൻ വണ്ടി മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. സേഫ്റ്റി വൈസ് ഹൗ യു ഫീൽ അബൌട്ട് BYD? എനിക്കിതൊരു ആക്സിഡന്റോ അങ്ങനത്തെ ഇതിനെപ്പറ്റി അങ്ങനെ ഒരു ആക്സിഡന്റ് കേസ് ഒന്നും മേജറായിട്ട് വന്നിട്ടില്ല. റീസെന്റ് ആയിട്ട് വേറെ സർവീസ് സെന്ററിൽ പോയപ്പോൾ ഒരു മേജർ ആക്സിഡന്റ് പറ്റിയ വണ്ടിയുണ്ട്. പക്ഷെ അകത്തേക്ക് ഒരു ഇമ്പാക്ട് പോലും ഇല്ല. ഒരു അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോഡി ഷോപ്പിന്റെ മാനേജർ ഉണ്ട്. ഇവൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ കൂട്ടുകാരനും കൂടെ. അപ്പൊ ഇവനിത് കണ്ടിട്ട് വന്നു, അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ചൈനീസ് ബ്രാൻഡിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലായിരുന്നു. പക്ഷേ ഈ ആക്സിഡന്റ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയപ്പോഴേ ഞാനവരെ സമ്മതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. ഈ റോഡിൽ എങ്ങനെയുണ്ട് വെഹിക്കിൾ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ? സാധാരണ വണ്ടീനേക്കാളും കൂടുതലാണ്. ഇതിന്റെ ടയറ് ഇവർ ചെയ്തിരിക്കണം ഏറ്റവും നല്ല സൂപ്പർ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഇത് ഫ്രിക്ഷൻ ഫ്രീ റോഡിലൊക്കെ കൂടെ ഒന്ന് ഓടിച്ചു നോക്കണം. ഒരു വട്ടം നമ്മൾ EV ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് മാറാൻ കഴിയില്ല. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ IC എൻജിൻസ് ഉണ്ട്. ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് മൂന്നാറിൽ പോയിട്ടുണ്ടായിരുന്നു. IC എൻജിൻ കൊണ്ടാണ് പോയത്, വണ്ടി ഞാൻ പറയുന്നില്ല. ഓണസ്റ്റ്ലി മൂന്നാർ വരെ നമ്മൾ പോയി തിരിച്ച് ഓടിച്ച് വന്നപ്പോഴേക്കും ഐ വാസ് റിയലി ടയേർഡ്, ശരിക്കും ടയേർഡായി. EVയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരും ചെന്നൈയൊക്കെ യാത്രയാണ്, നമ്മൾ അറിയ പോലും ഇല്ല. അന്ന് തന്നെ ഞാൻ മീറ്റിംഗ് എടുക്കും, അന്ന് തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് യാത്ര ചെയ്യാം. ആ ഒരു കംഫർട്ട് ഈസ്, ഐ മീൻ നമ്മൾ എവറിത്തിങ് വി പേ ഫോർ ദ കംഫർട്ട് അല്ലേ. നമ്മൾ ഇരിക്കുന്ന ഈ സോഫയടക്കം എന്തിനാണ് വൈ വി ആർ ബൈയിങ് ദ പ്രൈസ്. അപ്പോൾ EV ഉപയോഗിക്കുന്ന 3 EVകൾ ഉപയോഗിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുന്നു. എന്നാലും വഴിയോരങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് പബ്ലിക് ചാർജിങ് സ്റ്റേഷൻസ് ഉപയോഗിക്കുക. എങ്ങനെയാണ് ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ കേരളത്തിലായിരിക്കും മെജോറിറ്റി, നിങ്ങളുടെ പുറത്തും പോകാറുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചാർജിങ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? പബ്ലിക് സ്റ്റേഷനുകളിൽ എക്സ്പീരിയൻസും പിന്നെ നിങ്ങൾക്ക് വല്ല സജഷൻസ് എന്താണ്? സ്റ്റാർട്ടിങ് ടൈമിന് സർക്കാരിൻ്റെ അനർട്ടിൻ്റെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ട്രാവൽ ചെയ്യുമ്പം നമുക്ക് ഈ ആലപ്പുഴയിൽ ഒരു ചാർജർ, അത് കഴിഞ്ഞ് ആലപ്പുഴയിൽ എനിക്ക് ഒന്ന് കോമളപുരം കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പോഴത്തെ ഹൈവേ സൈഡിൽ ഒരു ചാർജ് അനേർട്ടിന്റെ ഒരു ചാർജിങ് അന്നേ ഉള്ളൂ. ഒരു വലിയൊരു കോമ്പൗണ്ട് അന്ന് അനേർട്ടിന്റെ അത് പറഞ്ഞേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്രാൻഡ് മാളിൽ തന്നെ ഗ്രാൻഡ് മാളിൽ ചാർജർ ഉണ്ട്. ഗ്രാൻഡ് മാളിൽ പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുലുന്നപ്പം ഇല്ല കേട്ടോ. ഇല്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചാലക്കുടിക്ക് മുമ്പ് എത്തുന്ന മുമ്പാണ് പിന്നെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. സിയോന്റെ ഉണ്ട്, KCB പെട്രോൾ പമ്പിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു അനാട്ടിന്റെ. ഇതൊക്കെ ഉള്ളൂ. ഇതിലാണ് റിസ്ക് എടുത്ത് ഞാൻ ഈ ടിഗോർ ഓടിച്ച് പോണത്. അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ചാർജർ ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ കയ്യിൽ AC ചാർജേഴ്സ് കണക്ട് ചെയ്യേണ്ട ചാർജർ നമ്മുടെ കയ്യിലുണ്ട്, വണ്ടിയുടെ കൂടെ വന്നത്. അപ്പോൾ പലയിടത്തും അത് റീച്ച് ചെയ്യാൻ, ഇപ്പോൾ ഞാൻ മൂന്നാർ പോയപ്പോൾ എൻ്റെ വേറെ MGയും കൂടെ ഉണ്ടായിരുന്നു. ചാർജ് ചെയ്യാനായിട്ട് ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യാതെ നമ്മൾ കേബിൾ റീച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ കയ്യിൽ ഒരു 10 മീറ്റേഴ്സിൻ്റെ ഒരു പ്ലഗോട് കൂടി ഒരു കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക്, അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അറിയായിരുന്നു ഇതൊരിക്കലും ചെയ്തിട്ട് നമ്മുടെ കാര്യം നടക്കില്ല എന്ന്, അതിനെ കൊണ്ട് ചിന്തിച്ചില്ല. അതെയോ? നമ്മളിപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്ന് ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യണില്ല, പിന്നെ ഇത് കുത്തി 10 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തണ കാര്യം ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പറ്റില്ല. ഇതിനെപ്പറ്റി ചിന്തിക്കണ്ട, പിന്നെ ഇതിനു വേണ്ടി സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടോ കാര്യമില്ല. അതേപോലെ ഇപ്പോൾ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം ഭയങ്കരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ്. ചാർജിങ് സ്റ്റേഷൻ ഇപ്പൊ ചാർജിങ് സ്റ്റേഷനെ പറ്റി ചിന്തിക്കേ വേണ്ട, എവിടെ വേണേലും ചാർജ് ചെയ്യാം. എനിക്കിപ്പോ ഗോയിഷിക്ക് തന്നെ ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ 100-ൽ കൂടുതൽ കണക്ടേഴ്സ് ഉണ്ട് കേരളത്തിൽ. 100-ൽ കൂടുതൽ കണക്ടേഴ്സ് അങ്ങോളം ഇങ്ങോളം ഉണ്ട്. മാസം 7-8 സ്റ്റേഷൻസ് ആയിട്ട് ഇനാഗ്രേറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ നിങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചാർജിങ് സ്റ്റേഷൻസ് പബ്ലിക് ആയിട്ടുള്ളതൊക്കെ ഹോട്ടലിനോട് ചേർന്നോ മാളിനോട് ചേർന്നിട്ടൊക്കെയാണുള്ളത്. അവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായതിൽ ഒരു എൻഡ് യൂസർ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അവിടെ വരുത്തേണ്ടതുണ്ട്? തീർച്ചയായിട്ടും. എന്താണ് ആ മാറ്റങ്ങൾ? ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുക, അപ്പം നമുക്ക് ഇഷ്ടംമാതിരി ചാർജിങ് സ്റ്റേഷൻസ് കാണും അല്ലേ, കുറേ കാണും. അപ്പം നമുക്ക് ഇതിൻ്റെ ഏത് ചൂസ് ചെയ്യണമെന്ന് നമ്മുടെ ഇഷ്ടമാണ് അല്ലേ. ഇപ്പോൾ ഒരു 500 കിലോമീറ്റർ റേഞ്ചുള്ള ഒരാൾ, കാറിന് റേഞ്ചുള്ള ഒരാൾ 800 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പോവുകയാണെങ്കിൽ വേണമെങ്കിൽ 400 ആകുമ്പം ചെയ്യാം, പകുതി ആകുമ്പം ചെയ്യാം, അല്ലെങ്കിൽ 500-ൽ ചെയ്യാം. ഇത് എവിടെ വെച്ച് ചെയ്യണമെന്ന് ആൾ എന്തായാലും 800 കിലോമീറ്റർ ഓടുന്ന ആൾ EV വെഹിക്കിൾസിൽ എന്തായാലും പ്ലാൻഡ് ആയിരിക്കും. കറക്റ്റ് അല്ലേ? ഇറ്റ് ഈസ് പ്ലാൻഡ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർ എത്ര മണിക്കൂറും കൂടെ ചാർജിങ്ങിന് വേണ്ടി മാക്സിമം കൂട്ടി വെക്കും? 1 മണിക്കൂർ. അതെ അല്ലേ?
പക്ഷേ ഈ 1 മണിക്കൂർ കൂട്ടി വെച്ചാലും ചിലപ്പോൾ അവിടെ എത്താൻ പറ്റില്ല. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ 2 വണ്ടീസ് ആണ്. ഇപ്പം എറണാകുളത്ത് ഞാൻ ഫേസ് ചെയ്യണ വെയിറ്റിംഗ് ആണ്. അപ്പം ഈ വെയിറ്റിംഗ് കട്ട് ചെയ്യാൻ പ്രീമിയം ക്ലയൻസിന് അത് യൂസ്ഫുള്ളും ആവും. ഈ ചാർജിങ് സ്റ്റേഷൻ വെറുതെ കിടന്നാലും റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു ബുക്കിംഗ് രീതി കൊണ്ടുതന്നെ നിങ്ങൾ ഇപ്പം ഈ ക്ലയൻറ്റിന് ഇപ്പം ആലപ്പുഴയിൽ നിന്ന് ഇറങ്ങുന്ന ക്ലയൻറ്റിനാണെങ്കിൽ ചാലക്കുടിയിൽ എത്തുമ്പോഴത്തേക്കും ചാർജിങ് സ്റ്റേഷൻ വേണമെന്നറിയാം. അപ്പം ഇയാൾക്കൊരു ഡ്രൈവിംഗ് ടൈം അറിയാം. ഒരു ആലപ്പുഴയിൽ നിന്ന് ചാലക്കുടി ഒരു 3 മണിക്കൂറായിരിക്കും, 4 മണിക്കൂറായിരിക്കും എന്നറിയാം. അപ്പം അയാൾ 4 മണിക്ക് അവിടെ എത്തണമെങ്കിൽ 4 to 5 പുള്ളി റിസർവ് ചെയ്യണം. ഈ 4 to 5 മാക്സിമം നിങ്ങളുടെ ചാർജിങ് സ്റ്റേഷൻ്റെ മാക്സിമം കിലോ വാട്ട് ഔട്ട്പുട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കാൻ പറഞ്ഞാൽ 120 കിലോ വാട്ട് ആണെങ്കിൽ 120 ഇൻറ്റു പുള്ളിയുടെ വാലറ്റിൽ നിന്ന് പിടിച്ചു. അപ്പോൾ പൈസ എന്ന് പറയുന്ന ഒരു ബാരിയർ അല്ല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. ചാർജിങ് സ്റ്റേഷൻ എനിക്ക് ചെല്ലുമ്പോൾ കിട്ടണം. പെട്രോൾ സ്റ്റേഷനിൽ പോകുന്ന പോലെ തന്നെ കിട്ടണം, അടിക്കണം, പോകണം. അങ്ങനെ ഫുള്ള് റിസർവ്ഡ് ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ 1, 2, 3 ദിവസത്തേക്ക് റിസർവേഷനിൽ കിടന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മണി നമ്മുടെ കയ്യിലൊരു റിസർവേഷൻ എന്ന് പറയുന്ന ഗോയിഷ്യയുടെ ആപ്പിൽ തുടക്കത്തിൽ നമ്മൾ എടുത്ത് കളഞ്ഞതാണ്. അവിടെ പലവരും സമയത്തിന് എത്താൻ പറ്റാതെ ഇവർ നമ്മുടെ പൈസ തിരിച്ചു ചോദിക്കുക. അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബേസിക്കലി നമ്മൾ കുറേ മണിക്കൂറൊന്നും ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം 1 hour വരെ. അത് 15 minutes ഉണ്ടായിരുന്നു, 30 minutes ഉണ്ടായിരുന്നു, 45 minutes ഉണ്ടായിരുന്നു. ആ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പലവരും 1 second കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും, എത്താൻ പറ്റാതെ. അപ്പോൾ അങ്ങനെ കുറേ ഡിസ്പ്യൂട്ടുകൾ വന്ന് പ്രീ ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചാർജ് ഈടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ചാർജ് ഈടാക്കുക എന്ന് പറഞ്ഞാൽ വാലറ്റിലെ കാശ് നമ്മൾ എന്ത് ചെയ്യണം, 1 മണിക്കൂറത്തേക്ക് റിസർവ് ചെയ്യണമെങ്കിൽ റിസർവ് ആണ്. ഇപ്പം നിങ്ങൾ ബുക്ക് മൈ ഷോയിൽ സിനിമ ബുക്ക് ചെയ്തിട്ട് ചെന്നില്ലെന്ന് പറഞ്ഞാൽ കാശ് തിരിച്ചു കിട്ടില്ല. പിന്നെ എന്തിനാ ചാർജിങ് സ്റ്റേഷനിൽ? പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു പോളിസി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് ചാർജിങ് കഴിഞ്ഞാൽ സ്ലോ ചാർജിങ് ആണ് നടക്കുന്നത്. ആ സമയത്ത് പലവരും കുത്തിയിട്ട് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾ വളരെ കുറച്ച് സെല് ചെയ്യാൻ പറ്റും. അതിനെ ഹൈ പ്രൈസിലേക്ക് ഇപ്പം സാധാരണ ഒരു പ്രൈസ് റേറ്റിൽ നിന്ന് മാറ്റാനുള്ള ഡിസ്കഷൻ അത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം BYDയുടെ കേസിന് അതൊരു പ്രശ്നമല്ല. കറക്റ്റാണ് 100. പക്ഷെ ചില ബ്രാൻഡുകൾ അവരുടെ ബാറ്ററിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, അവരുടെ ബാറ്ററി ഓവർ ഹീറ്റിംഗ് ആയിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ അപ്പം നിങ്ങളാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 100 സ്റ്റേഷൻ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ 100 സ്റ്റേഷനിലും ഒരു ദിവസം ഒരു 15-20 മിനിറ്റ് വെച്ച് നിങ്ങൾക്ക് പോകത്തില്ലേ? 15-20 മിനിറ്റ് വെച്ച് 100 ചാർജിങ് സ്റ്റേഷനിൽ ഒരു ദിവസം ഒരു വണ്ടി വെച്ച് വേണേൽ കൂട്ടി നിങ്ങൾ എത്ര കിലോ വാട്ട് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ ഒരാൾ സ്പീഡിൽ ചാർജ് ചെയ്യേണ്ട സമയത്ത്. അതെ, സ്ലോ ചാർജിങ്ങിന് പോകുന്നത്. ഓൾറൈറ്റ്. അപ്പോൾ കമ്മിങ് ബാക്ക് ടു BYD അഗൈൻ. അപ്പോൾ BYD എടുത്ത കാലഘട്ടങ്ങളിൽ ചാർജിങ് സ്റ്റേഷൻ വലിയൊരു ആങ്സൈറ്റി ഉണ്ടാവില്ല. ബിക്കോസ് E6 ആയിരുന്നു. ഒരു 500 കിലോമീറ്റർ മൈലേജ് സുഖമായി കിട്ടുന്നതാണ്. അപ്പോൾ പിന്നീട് അടുത്ത വണ്ടി എടുക്കുന്നു. ഇനി സീൽ എടുത്തു, ഇപ്പോൾ സീൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 1 റീസൺ എന്ന് പറയുന്നത് BYDയുടെ ട്രസ്റ്റ് അല്ലേ, നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ. പിന്നെ അതിൻ്റെ മുകളിലുള്ള ക്വാളിറ്റി, പ്രൊഡക്റ്റ് ക്വാളിറ്റി, സ്റ്റൈൽ ആൻഡ് സ്പീഡ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനിയും EVകളിലേക്ക് മുന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് ട്രസ്റ്റ് വർദ്ധിക്കുന്ന ഒരു വലിയൊരു സംഭവമല്ലേ ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻ? തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഇതെടുത്തിട്ട് കാര്യമില്ല. BYD ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല, കാര്യമില്ല. അപ്പോൾ ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും അതും EV തന്നെയാണോ എടുക്കുക? അതെ, EV നിന്നൊരു മാറ്റം ചെയ്യില്ല, ഉറപ്പായിട്ടും ചെയ്യില്ല. ഓൾറൈറ്റ്. അപ്പോൾ നമ്മുടെ നാട് അതിലേക്ക് വളർന്നു, EV അഡോപ്റ്റബിലിറ്റിക്ക് വളർന്നു. പലവരുടെയും സംശയങ്ങൾ, ആങ്സൈറ്റികൾ ദൂരീകരിച്ച് എന്താ പറയുക, ഇതേപോലത്തെ എക്സ്പീരിയൻസുകൾ ജനം കേൾക്കുമ്പോഴാണല്ലോ ഇതൊരു ബ്രാൻഡ് എന്നുള്ളതിനും ഉപരി അൾട്ടിമേറ്റ്ലി നമ്മളൊരു ഗ്രീൻ വേൾഡിലേക്ക് പുഷ് ചെയ്യുന്നു. ആ ഒരു ഇതിലേക്ക് ഭയങ്കര വലിയ കാര്യമാണ്. ഈ ഇടയ്ക്ക് BYDയുടെ ഒരു പരസ്യം കണ്ടായിരുന്നു, ഒരു എത്രയോ ടൺ കാർബൺ ആണ്. ക്ലിയർലി നമ്മുടെ ആ സ്ക്രീനിൽ കാണിക്കും എത്ര CO ആണ്, അതായത് കാർബൺ മോണോക്സൈഡ് ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അതുകൊണ്ട് കാര്യമല്ല, ബിഗ് ടൈം അതില്. പക്ഷെ ഇതൊന്നിനെ പറ്റി ചിന്തിക്കാൻ ആൾക്കാരൊന്നും ടൈമാണ് വേറൊരു ഫാക്ടറാണ്. അത് ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കേരളത്തിൽ ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഈ ബാറ്ററി കൊണ്ടുപോയി ഡിസ്കാർഡ് ചെയ്യാനായിട്ട് ഇതിലും കൂടുതൽ പൊല്യൂഷനാണ്. ദാറ്റ്സ് ഓൾ സെക്കൻഡ് ഓർ തേർഡ് ഫാക്ടേഴ്സ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിൽ. ഇന്നലെ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡൽഹിയിലൊക്കെ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചെടികൾ, മരങ്ങളുണ്ടല്ലോ, ഈ മരങ്ങളുടെ മുകളിൽ കാർബൺ ഡെപ്പോസിറ്റ് ആയിട്ട് ഈ ബ്രീത്തിങ് നടക്കില്ല.
ഈ ഓക്സിജൻ എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ്, കാർബൺ ഡയോക്സൈഡ് തിരിച്ചെടുക്കുക, അങ്ങനത്തെ ഇതൊന്നും നടക്കില്ല. എന്നിട്ട് ഇവർ ഈ മരങ്ങളുടെ ഇലകൾ വന്ന് കഴുകുന്നു ഡൽഹിയിൽ സ്ട്രീറ്റിൽ, ഗവൺമെൻറ് തന്നെ. അപ്പോൾ അത്രയും പൊല്യൂട്ടഡ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ NCRലൊക്കെ പോയപ്പോൾ എല്ലാ ഗവൺമെൻറ് ഒഫീഷ്യൽ വണ്ടികളെല്ലാം EV ആക്കി കഴിഞ്ഞു അവർ. അവർക്ക് ദർ ഈസ് നോ അതർ ചോയ്സ്. ഇപ്പം നമ്മൾ എറണാകുളം തന്നെ എടുത്തു കഴിഞ്ഞാലുള്ള പൊല്യൂഷൻ എറണാകുളം സിറ്റിയിൽ ജീവിക്കുന്നവർക്ക് മനസ്സിലാവും. ഓ എന്ത് പൊല്യൂഷൻ. അതെന്ന് സർട്ടൻ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം ചെയ്യുക. പിന്നെ അതേമാതിരി കംഫർട്ട്. അൾട്ടിമേറ്റ്ലി വി ആർ പേയിങ് മണി ഫോർ എവറി കംഫർട്ട്. യു ആർ ബൈയിങ് എ ഗ്ലാസ്, അതായത് ഒരു ഷെയ്ഡ്സ് മേടിച്ചാലും വാച്ച് മേടിച്ചാലും ഇതെല്ലാം ഒന്ന് ബ്രാൻഡുണ്ട്, കംഫർട്ടുണ്ട്, ഡ്രസ്സുകൾ. പിന്നെ ഓഫ് കോഴ്സ് അല്ലേ എക്കണോമിക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ എക്കണോമിക്ക് ഒരു ഭയങ്കര വലിയ മുതൽക്കൂട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ. അതിനെപ്പറ്റി ആരും ചിന്തിക്കണില്ലെന്നുള്ളതാണ്. ഈ ക്രൂഡ് ഓയിൽ ഇവിടെ ഇറക്കുമതി കുറയും. അതെ, കറക്റ്റ്. ഈ ക്രൂഡ് ഓയിൽ ഇവിടെ ഇറക്കുമതി ചെയ്യുമ്പം ഇവിടെ ജനങ്ങൾക്ക് എന്താ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാ അല്ലേ ഇറങ്ങി. ഈ പ്രൊഡക്റ്റ് കത്തിപ്പോവും. അതെ. പിന്നെ ഇവിടെ ഇന്ത്യയുടെ അസറ്റ് ഉണ്ടാ ഇത്ര, എനിക്ക് തോന്നുന്നു മാർച്ചിലെ കണക്കനുസരിച്ച് 8,33,000 ക്രൂഡ് ഓയിൽ എങ്ങാണ്ടാണ് ഒരു മാസം ഇന്ത്യയിലേക്ക് ഇത് വരുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇത് ചെയ്തിട്ട് ഇതൊരു സാധനം അസറ്റ് വാല്യൂ ഉള്ള സാധനമാണ്. പക്ഷെ ഇത് ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഇത് കത്തിപ്പോവും. പിന്നെ ഇതിന് അസറ്റ് ഉണ്ടോ? ഇന്ത്യയിൽ അസറ്റ് ഇല്ല. പക്ഷെ ഗോൾഡ് ഇന്ത്യ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് അസറ്റ് ആയിട്ട് ഇരിക്കും. പക്ഷെ ഇത് അസറ്റ് അല്ല, കത്തിപ്പോ. പക്ഷെ ഇന്ത്യയുടെ ഒരു ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ്, ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കറണ്ട് എത്ര വേണേലും ഇന്ത്യക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം. എത്ര വേണേലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അവർ എത്രയോ വലിയ വലിയ മെഗാവാട്ട് പ്രൊജക്ടുകൾ, വിൻമിൽ പ്രൊജക്ടുകളിലൊക്കെ ഇപ്പോൾ കച്ച് പോലത്തെ സ്ഥലങ്ങളിൽ അവർ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുക. പക്ഷെ ഇത് യൂറോപ്പിന് ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. പക്ഷെ ഇന്ത്യയിൽ അത്രയും വലിയൊരു അസറ്റ് ഇരിക്കുകയാണ് ഇന്ത്യയിൽ. ഇതൊന്നും മാറി. ഇപ്പം കണക്കനുസരിച്ചിട്ട് 2030 പാസഞ്ചർ വെഹിക്കിൾസ് 30% ഇലക്ട്രിക് വെഹിക്കിൾ ആകാനാണ്. അങ്ങനെയാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ 15% മാറ്റം വരുന്നത്. ഏകദേശം ഒരു 14 ബില്യന്റെ അടുത്ത് വരും. ചെറിയൊരു മാറ്റമാണോ? ഡോളർ നിരക്ക് തന്നെ ഇന്ത്യയുടെ മാറും. ഇവിടുത്തെ പിള്ളേർ ഇനി പുറത്ത് പഠിക്കാൻ നിൽക്കണ്ട. ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി ഓപ്പൺ ആയി വരും. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് കാറ്, ചാർജിങ് സ്റ്റേഷൻ എന്നൊക്കെയാണ്. EV വെഹിക്കിൾസിൻ്റെ തന്നെ ഒരു പ്രൈവറ്റ് വർക്ക്ഷോപ്പ് ഇപ്പം ഇല്ലല്ലോ. അതൊരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസ്. എത്ര കാലം നമ്മൾ സർവീസ് ഷോറൂമിൽ ചെയ്യും, നമുക്ക് പുറത്ത് കിട്ടാത്ത കാരണമാണ്. പ്രൈസും ഫാക്ടറൊക്കെ എല്ലാവരും പരിഗണിക്കും. ഇപ്പോൾ പ്രീമിയം വണ്ടി BMW ആയാലും എന്തെടുത്താലും നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ വാറണ്ടി പീരീഡ് കഴിയുമ്പോൾ പുറത്തുനിന്ന് സ്പേസ് എടുക്കുന്നു. പുറത്ത് അതേപോലത്തെ മിടുക്കന്മാരായ ആൾക്കാർ സർവീസ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ സ്പെയേഴ്സിൻ്റെ ഒരു വലിയൊരു വൈഡ് റേഞ്ച് ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നു വരാൻ പോകുന്നത്. അത് പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് പഠിച്ച കുട്ടികൾക്കൊന്നും അധികം ജോലി സാധ്യത ഉണ്ടായിരുന്നില്ല. എല്ലാവരും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഒരു സിവിൽ. ഇനി വരുന്ന കാലഘട്ടങ്ങളിലേക്ക് എന്തായാലും ഇലക്ട്രോണിക്സ് പഠിച്ചവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ അല്ലേ, അത് ഇപ്പൊ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് കൊണ്ടുപോയ പുള്ളി എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്ന വ്യക്തികൾക്ക് നമുക്ക് ഒരു ലളിതമായിട്ട് ഇത് എക്കണോമിക്കലി പ്രോഫിറ്റബിൾ എങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു വണ്ടിയിൽ പെട്രോളോ ഡീസലോ ആണല്ലോ അടിക്കുന്നത്, അതിന് പകരം ഇപ്പോൾ EV ഉപയോഗിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്കത് പ്രോഫിറ്റബിൾ ആവും? ഓക്കെ, ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ ഒരു E6 എടുത്തിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാം. E6 എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 32 lakhs അടുത്ത് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ E6 എടുക്കണ ആളുടെ ചിന്താഗതി എന്തായിരിക്കും? അയാൾക്ക് മിനിമം E6 പോകണം, അല്ലെങ്കിൽ E6 പോലത്തെ ഒരു കോമ്പാക്ട് വണ്ടി ആയിരിക്കും അയാൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. സ്വിഫ്റ്റ് ഓടിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും E6 മേടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ലാഭകരമാകില്ല. പക്ഷെ ഇന്നോവ ഓടിക്കുന്ന ഒരാൾക്ക് ലാഭകരമാണ്. ഇന്നോവയ്ക്ക് ഒരു വില, ഇപ്പോൾ ഒരു ഓൺ റോഡ് ഇന്നോവ ഇറങ്ങുമ്പോൾ ഒരു 24 ലക്ഷം അല്ലെ, 28 ലക്ഷം രൂപയുടെ അടുത്ത് വരും. ഈ 28 ലക്ഷം രൂപ പ്ലസ് ഒരു 5 ലക്ഷം കിലോമീറ്റർ ഇന്നോവ ഓടുവാണെന്ന് വെച്ചോ, ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ടൊയോട്ടയാണ്. 5 ലക്ഷം കിലോമീറ്റർ ഓടുമെന്ന് വെച്ചോ, കിലോമീറ്ററിന് ഇപ്പോഴത്തെയും ഇനി വരാൻ പോണ ഭാവിയിലെ ഫ്യൂവൽ കാശും ഒക്കെ കൂടെ വെച്ചിട്ട് ഞാൻ വലിയ കണക്കൊന്നും കൂടുന്നില്ല, ഇപ്പോഴത്തെ കണക്ക് വെച്ച് കൂടുന്നില്ല, 10 രൂപ കിലോമീറ്ററിന് വരും മിനിമം വരും. അപ്പൊ 5 ലക്ഷം into 10 എത്രയാ? 5 ലക്ഷം into 10 എത്രയാ? 50 ലക്ഷം രൂപ. ഇനി 50 ലക്ഷം രൂപ അവിടെ നിൽക്കാൻ പറയാം. 50 ലക്ഷം രൂപ ടയറിന്റെ കാര്യം ഞാൻ കൂട്ടുന്നില്ല, കാരണം ആ വണ്ടിയും ടയർ E6 ടയർ മാറണം, എല്ലാത്തിനും ടയർ മാറണം. മെയിൻ്റെനൻസ് ഞാൻ വിട്ടേക്കുക, അതും കൂട്ടണ്ട ഇതും കൂട്ടണ്ട മെയിൻ്റെനൻസ്. അപ്പം ഫ്യൂവലായി, വണ്ടിയുടെ പ്രൈസായി, വണ്ടിക്ക് എത്ര 24 ലക്ഷം രൂപ പ്ലസ് 50 ലക്ഷം. അപ്പൊ 5, 6, 7, 75 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ 5 ലക്ഷം കിലോമീറ്റർ. ഇതുണ്ട് ഇൻഷുറൻസും കൂട്ടണ്ടല്ലോ. ഇതൊക്കെ സമയത്ത് E6 നോക്കാം. E6 ഒരു 32
ലക്ഷം രൂപ എടുത്ത് വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ചാർജ് ചെയ്യും, പുറത്ത് ചാർജ് ചെയ്യും. ആ. ഇതൊക്കെ കൂടെ ഒരു 3-4 രൂപ ആവറേജ് കൂട്ടിയാൽ മതി ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അതെ അതെ അത്ര തന്നെ ഉള്ളൂ. കൂടിപ്പോയി 20 ലക്ഷം രൂപ. അപ്പം ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് അവിടെ പരിപാടി തീരും. അവിടെ 50 ലക്ഷം വെറും ഫ്യൂവലിന് മാത്രം പോയി. 75 ലക്ഷത്തിൽ ലാൻഡ് ചെയ്ത് കൊടുത്ത് ഇവിടെ 50 ലക്ഷം. യെസ്, അപ്പൊ 25 ലക്ഷം അവിടെ സേവിങ് ആണ്. അവിടെ കത്തി പോവാ ചെയ്തത്. അത് ഇസ് നോട്ട് ഒരു യൂസും ഇല്ല. എന്നാ മെയിൻ്റനൻസ് കൂടിയിട്ടുണ്ടാവും. മെയിൻ്റനൻസ് കൂടുതലായിരിക്കും. 5 ലക്ഷം കോടി കിലോമീറ്റർ എന്ന് പറയണത് ഞാനൊരു എഞ്ചിനൊക്കെ എന്തായാലും ഞാനൊരു ഇതിന് പറഞ്ഞു. ഇനി ടൊയോട്ടയുടെ ഫാൻസ് ഇത് കേട്ടിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണേ. പിന്നെ ഈ വണ്ടിക്ക് വാറണ്ടി കാണത്തില്ല 5 ലക്ഷം കിലോമീറ്റർ ഒന്നും. ബിഐഡി സ്റ്റിൽ അപ്പോഴും 5 ലക്ഷത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ഇതല്ല ഇതിൻ്റെ അത് പ്രശ്നം. 5 ലക്ഷം കിലോമീറ്റർ ഇത് വാറണ്ടിയിൽ ഓടുമെന്നാ പറയണ. പിന്നെ ഇത് ഓടും. വാറണ്ടി തന്നെ 5 ലക്ഷം കിലോമീറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പം തന്നെ ഇത് 50 ലക്ഷം രൂപ, മറ്റേന് 75 ലക്ഷം രൂപ. പിന്നെ ഇനി ആ വണ്ടി ഓടുമോ? ഓടില്ല. ആ വണ്ടി കൊടുക്കണം. ആ വണ്ടി കൊടുത്താലും ഇനി എന്തെങ്കിലും കിട്ടും? ഇല്ല. ഇനി അവർ പിന്നെ ഒരു 25 ലക്ഷം രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ അതിനൊന്ന് നന്നാക്കണം. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ അപ്പോഴും ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഡിവൈഡിയുടെ കാര്യം എന്താ പറയുന്നത്? 1 ലക്ഷം ഓടിയതിൻ്റെ വണ്ടിക്ക് എന്തേലും ഒരു ചെറിയൊരു ഇത് 1 ലക്ഷം ഓടിയ വണ്ടിയാണ് നമുക്ക് 1% എങ്കിലും ഒരു ഫീല് വരണ്ടേ? ഇല്ല. സർവീസിന് അവർ മാറ്റിയിട്ടുണ്ടാവും, ഞാൻ ബില്ല് കൊടുത്തിട്ടുണ്ടാവും, ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് ഒരു ഡോർ പാഡ്സിന്ന് പോലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. മെയിൻ ആയിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ വൈബ്രേഷൻ ഇല്ല, പിന്നെ ബിൽഡ് ക്വാളിറ്റി ഉള്ള വെഹിക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ EV-കളിലൊന്നും വൈബ്രേഷൻസ് ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊന്നും നാശാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ടയറിലാണ് ഞാൻ റിയലി എംബാരസ്ഡ് ആയത് കേട്ടോ. 30-35 ഒക്കെയാണ് മാക്സിമം എങ്ങനെ ഓടിച്ചാലും ഒരു ടയർ കിട്ടുന്നത്. 80,000 കിലോമീറ്ററിലാണ് ഞാൻ ഫസ്റ്റ് സെറ്റ്. അതും എനിക്ക് മാറേണ്ടി വന്നത് ഒരു ടയർ ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കോർണർ കട്ടായതുകൊണ്ടാണ്. കിട്ടണമെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള വീൽ ബാലൻസിങ്ങും വീൽ അലൈൻമെന്റും റൊട്ടേഷനും ചെയ്തിരിക്കണം. നമ്മൾക്ക് ഇത്രയും ഓട്ടമുള്ളതുകൊണ്ട് പെട്ടെന്ന് 10,000 കിലോമീറ്റർ ആവുകയാണ്. അപ്പോൾ ഈ 2-3 ആഴ്ച കൂടുമ്പോൾ 10,000 മുമ്പ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 7,000 അല്ലെങ്കിൽ 5,000 ചെയ്യണതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യണം. അത് ചെയ്യുകയാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല. പിന്നെ ഇത് ഓടിക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ഓടിക്കുന്ന രീതിയുണ്ട്. നേരെ കയറി ആക്സിലേറ്റർ ചവിട്ടിയിട്ട് എൻ്റെ ടയർ തേഞ്ഞ് പോയെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഓടിക്കണം. ഇപ്പം നമ്മളെല്ലാം ഇപ്പോൾ ഇത് കേൾക്കുന്നവർക്കാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിലും നമ്മളെല്ലാം പ്ലസ് പോയിന്റുകളാണ് സംസാരിച്ച്. ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ചാർജ് ചെയ്യാം, പ്രോഫിറ്റാണ്, ഇത്ര രൂപ നമുക്ക് ലാഭിക്കാം, ഇതാണ് നാട്ടിൽ വരുന്ന റെവല്യൂഷൻ എന്നെല്ലാം പറയും. അതിൽ എവിടെയെങ്കിലും ഒരു EV എന്നുള്ളത്, ഞാൻ ഐ എം നോട്ട് ഗോയിങ് അഗെയിൻസ്റ്റ് ദ ബ്രാൻഡ് ഓർ സംതിങ്, നമ്മളിവിടെ ബ്രാൻഡിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ്, റിയൽ ടൈമിലൊരു ബാഡ് എക്സ്പീരിയൻസ് തോന്നിയിട്ടുണ്ടോ? ഇപ്പം കോമൺ പീപ്പിൾസിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചിലപ്പം തോന്നില്ല. ഞാനിങ്ങനെ ഒരു ചോദിച്ചപ്പം ഞാൻ തിങ്ക് ചെയ്തേ ശരിയാ എന്തായിരിക്കും ഒരു നെഗറ്റിവിറ്റി. കോമൺ പീപ്പിൾസിന് ചിലപ്പോൾ ഇതാകത്തില്ല. പക്ഷെ കുറച്ചും കൂടെ ഹൈലി ലക്ഷറീസ് ആയിട്ടുള്ള ഒരാളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളിപ്പം വണ്ടി ഓടിച്ചു പോവുക, അയാൾക്കൊരു ചാർജിങ് സ്റ്റേഷനിൽ പോയി വണ്ടി കുത്തിയിട്ട് ചാർജ് ചെയ്തിട്ട് പോകാനൊന്നും ഇറങ്ങുപോലും. റിയാലിറ്റിയിൽ അൾട്ടിമേറ്റ്ലി ഉപയോഗിക്കുന്ന വണ്ടി കൂടുതൽ ഉപയോഗിക്കുന്ന ഓട്ടമുള്ള വ്യക്തികൾക്ക് ഇത് പ്രോഫിറ്റബിൾ തന്നെയാണ്. പിന്നെ പല OEMസിൻ്റെയും പല രീതിയിലുള്ള പ്രോപ്പർ എന്താണ് EVയുടെ ഒരു സക്സസ്ഫുൾ പ്ലാറ്റ്ഫോമിൽ എത്താത്തത് കൊണ്ടുള്ള ആ ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുമ്പോൾ ഷെയർ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, ഇത്രയും കൂടിയൊരു വണ്ടിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു EMI പോലും ബാരിയർ ആകത്തില്ല. നമ്മൾ മറ്റേ വണ്ടിക്ക് ഫ്യൂവൽ അടിക്കണ കാശിന് EMI അടച്ചാൽ ഞാൻ ഇങ്ങനെയാട്ടോ ആദ്യം എടുത്തത്. ഞാൻ ഏകദേശം ഒരു 70-75 രൂപയ്ക്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോളായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ MGക്ക് ആകെ എത്ര 27-28 രൂപയാണ് വില ഉള്ളത്. ഞാനൊരു 2 ലക്ഷം ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് EMI ഇട്ടു. പെട്രോൾ അടിക്കണതിൻ്റെ പകുതി കാശ് എനിക്ക് ഹരിയറിന് EMI 33,000 രൂപയായിരുന്നു. ഹരിയറിന് 33,000 രൂപ EMI. ഈ ഹരിയറിന് എൻ്റെ ഓടിക്കലുണ്ട്, അന്ന് കുറച്ച് ഓടിക്കൽ എല്ലാ 15,000-ലും ബ്രേക്ക് പാഡ് മാറണം. എങ്ങനെയാണെങ്കിലും ഒരു 40,000 രൂപയുടെ അടുത്ത് ഫ്യൂവലിന് പോകും, ഫ്യൂവലിന് പോകും. പിന്നെ 33,000 EMI, പിന്നെ ബ്രേക്ക് പാഡിന്റെ കാശ്, ഇതെല്ലാം കൂടെ 1,00,000 അടുത്തെത്തും. ഒരു 70-80 എന്തായാലും ഒരു മാസം ഞാൻ മുട്ടിക്കും ഈ വണ്ടി കൊണ്ട്. അപ്പൊ ഇത് ഞാൻ കത്തിച്ച് കളയുമെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എന്തുകൊണ്ടൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ഒരു വണ്ടി എടുത്ത് ഇത് ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഭയങ്കര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ ഫ്യൂവൽ റേറ്റ് കണ്ടുകൊണ്ട് നമ്മുടെ ഭാവി ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇത് എടുത്തപ്പോൾ ഭയങ്കരമാണ്. നാളെ കുറച്ചും കൂടി നല്ല ടെക്നോളജി വരും, മറ്റന്നാ വരും. ലോകം അങ്ങനെയല്ലേ, നാളുകൾ മാറും തോറും ടെക്നോളജി മാറും. നിങ്ങൾക്കിത് ഇന്ന് അനുഭവിക്കണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കണം, അല്ലേ? അതല്ലാതെ 10 കൊല്ലം കഴിഞ്ഞിട്ട് അന്നേക്ക് നമ്മുടെ പ്രായം എത്രയും നമ്മൾ എവിടെ എത്തി? അതിപ്പോ എന്റെ കാര്യം തന്നെ, എനിക്ക് ഇപ്പൊ 24 വയസ്സേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ എന്റെ ആഗ്രഹം
എനിക്ക് ഈ വയസ്സിൽ സീലെടുത്ത് ഓടിച്ചു നടക്കണമെന്ന്. എനിക്ക് വേണമെങ്കിൽ ഒരു 35 വയസ്സായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 30 വയസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് വേണം ഒരു BMW എടുക്കണമെന്ന് ആഗ്രഹിക്കാം. പക്ഷെ ഞാനിപ്പം എൻ്റെ സ്വന്തം ഈ ഏജിൽ എൻ്റെ അച്ഛനും അമ്മയും ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സാണ്. ഇവർ രണ്ടുപേരുടെയും ഇവർ റിട്ടയർഡായി. ഇവർ രണ്ടുപേരുടെയും ശമ്പളം ഉണ്ടെങ്കിൽ സീലിന് EMI അടയ്ക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ സ്വന്തമായിട്ട് എടുത്ത് ഞാനത് ഓടിച്ചടക്കുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ ഇന്ന് ഞാൻ മരിച്ചു പോയാലും ഞാൻ ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അതാണ് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. See, in 24 years old, you owns 3 BYDs. അത് ഇന്നത്തെ EVകളിൽ പ്രീമിയം തന്നെയാണ് BYD എന്ന് പറയുന്ന ബ്രാൻഡ്. അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടി പോലും പിന്നെയും എടുത്ത് ആ ചലഞ്ചസ് എടുത്ത് ഓടിച്ച് അനുഭവിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് നടക്കുന്നില്ലേ? അത് ഇന്ന് തന്നെ നടക്കുള്ളൂ. അത് പിന്നീട് നടക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെയാണ് നിങ്ങൾ അതിലേക്ക് എത്തിയിട്ടുള്ളത്. അല്ലാതെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടോ ഒന്നും വിറ്റിട്ടൊന്നല്ലല്ലോ നമ്മളിതൊന്നും മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മാറ്റമുണ്ട്. അപ്പോൾ കാറുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ അവിടെയൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ തൃശ്ശൂർ എറണാകുളം യാത്ര ചെയ്യുമ്പോൾ ഒരു വട്ടം ഒരു പച്ച ബോർഡ് കണ്ടാൽ കണ്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ 10 വണ്ടികളിൽ ഒരു വണ്ടി പച്ച ബോർഡാണ്. അപ്പോൾ എന്താണ് ഇതിന് തോന്നുന്നത്? എത്ര കാലത്തിനുള്ളിൽ നമ്മൾ കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 50% 4 വീലേഴ്സിലേക്ക് നമ്മൾ പ്രൈവറ്റ് യൂസുകളാണ്. ഇപ്പം നമ്മുടെ ഗവൺമെന്റിന്റെ കാൽക്കുലേഷനേക്കാളും മാസീവ് ഗ്രോത്ത് ആണ് ഇലക്ട്രിക് വണ്ടികളിൽ ഇപ്പോൾ ഉണ്ടായിരിക്കണം. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ കണക്കൂടലെന്ന് പറഞ്ഞാൽ 2030 30% ഇലക്ട്രിക് വെഹിക്കിൾ എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പോഴത്തെ ഒരു ഗ്രോത്തും പോക്കും കണ്ടിട്ട് ഐ തിങ്ക് 2030 ഒരു 45% പുറത്ത് ഈ പറഞ്ഞ പോലെ പാസഞ്ചർ വെഹിക്കിൾസ് കാണും. EV എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സംസാരിക്കുന്നത് ഇപ്പോൾ ഈ 4 വീലേഴ്സിൻ്റെ കാര്യമാണ്. 2 വീലേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏകദേശം എനിക്ക് തോന്നുന്നു എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ. പുതിയ ഒരു വണ്ടി 2 വീലർ എടുക്കാൻ പോകുന്ന ദിനം ഒരു 25 to 50 കിലോമീറ്റേഴ്സ് റൈഡുള്ള വ്യക്തികളെല്ലാം തന്നെ 90% ആൾക്കാരും EV സ്കൂട്ടേഴ്സിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ജോലിക്ക് പോകുന്നു, കഴിയുന്നു, തിരിച്ചു വരുന്നു, വീട്ടിൽ ചാർജ് ചെയ്യുന്നു. അവർക്ക് പിന്നെ പബ്ലിക് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നാൾ വീഗാലാൻഡിൻ്റെ അവിടെ പോയപ്പോൾ മലപ്പുറത്തുനിന്ന് EV സ്കൂട്ടറിൽ യാത്ര ചെയ്തു വന്ന 2 പേരെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലായിടത്തും പോകുന്നു പറഞ്ഞു. പക്ഷേ ഇത് എവിടെ ചാർജ്? അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഓല എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ പവർ ഹബ്ബുകളുണ്ട്, ഇങ്ങനെ തൃശ്ശൂരുണ്ട്, എറണാകുളത്തുണ്ട്, അവിടെ നിന്ന് ചാർജ് ചെയ്താൽ മതി, അവിടുന്ന് ഞങ്ങളിതും കൊണ്ടുപോകും, ഭയങ്കര ലാഭമല്ലേ, ഇതിൽ നിന്നുണ്ടാക്കുന്ന പൈസ കൊണ്ടാണ് ഞങ്ങൾ ടൂറിന് പോകണത്. ഐ മീൻ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇപ്പോൾ ഇവരുടെ ചാർജർ ഇല്ലാത്തടത്ത് നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ പലവരുടെ കൈയും കാലും പിടിക്കും, വീടിൻ്റെ ഇറയത്ത് കുത്തിയിടും, ഞങ്ങളുടെ കയ്യിൽ കേബിളും എല്ലാ സെറ്റപ്പും ഉണ്ട്. പീപ്പിൾ ആർ ടേക്കിംഗ് ദ ചലഞ്ചസ്. അതായത് സ്കൂട്ടേഴ്സിൽ വലിയ ഫാസ്റ്റ് ചാർജേഴ്സ് ഒന്നും വരുന്നു തുടങ്ങണുള്ളൂ ഇപ്പോൾ. എന്നിട്ട് പോലും ആൾക്കാർ ഈ ചലഞ്ചസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റബിൾ അല്ലാതെ ചെയ്യില്ലല്ലോ, ഒരിക്കലും. പിന്നെ അതിന് പാഷനേറ്റഡ് ആണ് EV എന്നുള്ളത്. പിന്നെ അൾട്ടിമേറ്റ്ലി ടൈം ഈസ് ദ മണി. ഞാൻ എപ്പോഴും നോക്കുന്നത് ടൈം ഈസ് ദ മണി എന്നുള്ളതാണ്. EV കൊണ്ട് പോകുമ്പോൾ ഇനീഷ്യലായിട്ട് ഓവർടേക്ക് ചെയ്യാനും റോഡുകളിലൂടെ യാത്ര ചെയ്യാനും കംഫർട്ടും, ഈ ടൈമും കംഫർട്ടും ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ്സ് വാട്ട് ഈസ് EV ഈസ്. സോ എനിവേ, it was a very wonderful experience ഷെയർ ചെയ്തതിന്. we really glad you on the platform to discuss about. I mean, ഞാനൊരു വണ്ടി ഉപയോഗിക്കുന്ന ആളാണ്, 3 ഒരേ ബ്രാൻഡിൻ്റെ വണ്ടി ഉപയോഗിക്കുന്ന ആളെന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് ഫാക്ടർ തന്നെയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളമാണ് എങ്ങനെ 3 വണ്ടി, ഇപ്പോൾ നമ്മൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരാളുടെ BMW ഉണ്ടാവും, അതാളുടെ ബെൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ റേഞ്ച് റോവർ ഉണ്ടാവും. ദേ നെവർ ഗോ ഫോർ എ സെയിം ഇത്. അതും EVയിൽ EVയെക്കുറിച്ച് പ്ലസും മൈനസും പറയുന്ന കാലഘട്ടത്തിൽ EV ഉപയോഗിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ആയി കണ്ടിന്യൂസ് ഇനിയും EVയിലേക്ക് തന്നെ യാത്ര തുടരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കിട്ടിയാൽ വി റിയലി വണ്ടർഫുൾ ആൻഡ് ബി ഹാപ്പി ടു ബി ഓൺ ദിസ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഒരു കാര്യം നമുക്കെല്ലാം ഉറപ്പാണ്, EV തന്നെയാണ് ഫ്യൂച്ചർ, അല്ലേ? അപ്പോൾ അത്ര മാത്രമേ EVയെക്കുറിച്ച് ഈ ഒരു ഡിസ്കഷനിൽ പറയാനുള്ളൂ. താങ്ക്സ് ടു എവരി വൺ.